എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ തവളയും പാമ്പും അതുപോലെ നമ്മുടെ ആന്റി ഉണ്ടാക്കിയ എന്തോ ഒരു ജീവി, നമുക്ക് തൽക്കാലം ഇതിനെ പുഴു എന്ന് വിളിക്കാം. നമ്മുടെ പൊന്തൻ തവള പറയും, പണ്ടത്തെ നമ്മുടെ കാലം അത് വളരെയേറെ അടിപൊളിയായിരുന്നു. വീണ്ടും ഇതുപോലെ ഒരുമിച്ച് ഒരിക്കൽ കൂടെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മുടെ പൊന്തൻ തവള ഇങ്ങനെ പറയാൻ കാരണം മാമനും ആന്റിയും ഒറോച്ചിമാറും ചെറുപ്പത്തിൽ ഒന്നിച്ചായിരുന്നു. അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഒറോച്ചിമാറുവിന്റെ പാമ്പിന് ആർത്തി മൂത്ത്, വേഗം എനിക്ക് തിന്നാൻ എന്തെങ്കിലും താ, അല്ലെങ്കിൽ ഈ പൊന്തൻ തവളേനെയും പുഴുവിനെയും ഞാൻ അകത്താക്കൂന്ന് പറയുമ്പോ അപ്പം നമ്മുടെ തവളച്ചാര്, യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെയൊരു സ്വഭാവക്കാരനാണോ? വെറുതെ ഇരുന്ന് തിന്നിട്ട് യാതൊരു കാര്യമില്ല, എന്നെപ്പോലെ അധ്വാനിക്കണം എന്ന് പറഞ്ഞ് തവളമാമനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുരുട്ടെടുത്ത് വലിക്കും. ഒക്കോപ്പുഴു വയറ്റിലുള്ള നമ്മുടെ പാമ്പാവട്ടെ ഫുഡ് ഫുഡ് എന്ന് ഒറോച്ചിമാറുവിന്റെ അടുത്ത് അലറിക്കൊണ്ടേയിരിക്കും. ഓൾറെഡി നമ്മുടെ ഒറോച്ചിമാറുവിന് ഇപ്പൊ പവറില്ല. ആ കാര്യം പാമ്പ് അറിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒറോച്ചിമാറുവിന്റെ കാര്യത്തില് തീരുമാനമാകും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആ കാര്യം പാമ്പിന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കും. ഇപ്പൊ പാമ്പിന് ആവശ്യമായിട്ടുള്ളത് അവര് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം പാമ്പിനെ വിളിക്കുമ്പോ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ആന്റിക്ക് സിറ്റുവേഷൻ മോശമാണെന്ന് മനസ്സിലാക്കി നൈസായിട്ട് പുഴുവിന്റെ അടുത്ത് ചെന്ന്, ഹണി ഞാൻ പറയുന്ന കേക്ക്, എത്രയും പെട്ടെന്ന് നറൂട്ടോ കുട്ടപ്പനെ എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് എത്തിക്കണം, അല്ലെങ്കിൽ ആപത്താണ്. പുഴുവണ്ണൻ കുട്ടപ്പനെ അസിസ്റ്റന്റിന്റെ കയ്യിലെത്തിക്കുമ്പോ അവളാവട്ടെ അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് പോവും. പിന്നെ വില്ലനും മാമനും നമ്മുടെ ആന്റിയും പരസ്പരം നോക്കി മുറുമുറുക്കാൻ തുടങ്ങും. ഇവരും മുറുമുറുക്കുന്ന കാണുമ്പോ നമ്മുടെ പുഴുവും പാമ്പും തവളയും ആവട്ടെ അവരും പരസ്പരം തുറച്ചു നോക്കാൻ തുടങ്ങും. പിന്നീട് രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ വെച്ച് അടിക്കാൻ റെഡിയായിട്ട് നിൽക്കും. പുഴു അവന്റെ വായിന്ന് ആസിഡ് തെറിപ്പിക്കുമ്പോ പാമ്പാവട്ടെ അതിന് ചുറ്റി അങ്ങോട്ട് പിടിക്കും. അപ്പൊ പൊന്തൻ തവള ഒരു കത്തിയെടുത്ത് പാമ്പിനിട്ട് ഒരൊറ്റ കുത്തു വെച്ചു കൊടുക്കും. തവളയുടെ കൈ അങ്ങനെ തന്നെ പാമ്പാവട്ടെ കടിച്ചിങ്ങോട്ട് എടുക്കും. കത്തി ചുരുട്ടിയെടുത്ത് തവളേനെ ലോക്ക് ചെയ്ത് പിടിച്ച് നമ്മുടെ പുഴുവിനെ ഇറുക്കി കൊല്ലാനാക്കും. നമ്മുടെ ഒറോച്ചിമാറുവിന് ഇപ്പൊ പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതെന്ത് ശിഷ്യാണോ എന്ന് പറഞ്ഞ് നമ്മുടെ ആന്റി അവളുടെ പുഴുവിനെ നോക്കി നിൽക്കുമ്പോ അത് ചെറിയ ചെറിയ പുഴുക്കളായിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് നൈസായിട്ട് പഴയതുപോലെ ആ ഒരു പൊന്തം പുഴു തന്നെ ആയിത്തീരും. നമ്മുടെ പേക്കറും തവള കത്തിയും പാമ്പിന്റെ വായിലിട്ട് അവിടുന്ന് ഓടിക്കളയും. പാമ്പ് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഓടുമ്പോ തവളയാവട്ടെ കഷ്ടപ്പെട്ട് വെട്ടി തിരിഞ്ഞു മാറും. അപ്പൊ പുഴുവിനെ കണ്ട് അവനെ അടിച്ച് തെറിപ്പിക്കാൻ പോകുമ്പോ കറക്റ്റായിട്ട് അസിസ്റ്റന്റ് പെണ്ണാവട്ടെ ആ ഒരു പുഴുവിനെ രക്ഷിക്കും. പാമ്പ് വീണ്ടും അടുത്ത ആളെ ഫോക്കസ് ചെയ്യുമ്പോ നമ്മുടെ പൊന്തൻ തവള ചാടി വീണ് അവന്റെ നേർക്ക് തീ അങ്ങോട്ട് തുപ്പും. തീ പിടിച്ച് കരിഞ്ഞ് എല്ലാവരും ആകാംക്ഷയോടുകൂടെ നോക്കുമ്പോ അവിടെ പാമ്പുണ്ടാവില്ല, പകരം പാമ്പിന്റെ പടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പാമ്പ് എവിടെ? കമോൺ കമോൺ വേഗം നോക്കുന്നൊക്കെ പറഞ്ഞ് അവർ അവിടേക്ക് ഇവിടേക്ക് നോക്കുമ്പോ അത് മണ്ണിന്റെ അടിയിലൂടെ നമ്മുടെ തവളയെ പിടിക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ പൊന്തൻ തവള അതിന്റെ വാല് ചുരുട്ടി പിടിക്കുമ്പോ പാമ്പ് തിരിഞ്ഞു വന്ന് നമ്മുടെ മാമനെ കടിക്കാൻ നോക്കും. ഇത് കണ്ട അസിസ്റ്റന്റ് ആവട്ടെ ചാടി വീണ് അതിന്റെ വായില് വലിയൊരു കത്തി കുത്തിയിറക്കും. ഇത് കണ്ട് ഒറോച്ചിമാറുവിന് കുരു പൊട്ടിയിട്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായും. ഒറോച്ചിമാറു ആന്റീനെ പിടിച്ചു വലിച്ച് അവന്റെ കഴുത്തുകൊണ്ട് അവളുടെ കഴുത്ത് ചുറ്റി അങ്ങോട്ടേക്ക് വലിക്കും. നമ്മുടെ പെങ്കൊച്ച് അവന്റെ കഴുത്ത് തട്ടി മാറ്റുമ്പോ ഒറോച്ചിമാറു അവന്റെ നാക്ക് ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കഴുത്ത് രണ്ട് തുണ്ടമാക്കാൻ ശ്രമിക്കും. പക്ഷെ അവളും ഒരു സെനിയനാണ്. അവൾ അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് നാവ് വലിച്ചു കീറി അത് തിരിച്ചു വളച്ചെടുത്ത് ഒടിഞ്ഞു മടങ്ങി അവന്റെ അടുത്തേക്ക് വന്ന് മോന്തയ്ക്ക് ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. പക്ഷെ അവൻ കഴുത്തിൽ നിന്ന് പിടിവിടാതെ അവള് വീണ്ടും ഞെരുക്കി രണ്ട് ടീമും തമ്മില് പൊരിഞ്ഞു പോരാട്ടം. അവള് തിരിഞ്ഞു വന്ന് അവന്റെ മോന്തയ്ക്ക് 5-6 അടി പടപടയെന്ന് വെച്ചു കൊടുക്കും. അവനെ പൊക്കിയെടുത്ത് ആകാശത്ത് കൊണ്ടുപോയി അടിക്കാന്ന് വെച്ചാല് അവൾക്ക് പവർ അത്രക്കില്ലാത്തോണ്ട് നമ്മുടെ പെങ്കൊച്ചിന് അത്ര സിമ്പിളായിട്ട് അവനെ ഉയർത്താൻ കഴിയില്ല. അവളുടെ കൈ വേദനിച്ച് ശ്വാസം വിടാനാവാതെ വലിച്ച് നമ്മുടെ പെങ്കൊച്ചു നിൽക്കും. പക്ഷെ ഒറോച്ചിമാറു അവൻ ഇപ്പോഴും കോംബ്ലാങ് കുടിച്ച പവറിലാണ്. അവൻ വീണ്ടും നാവ് മേലേക്ക് നീട്ടി, എന്തുപറ്റി നിന്റെ പവർ തീർന്നു പോയോന്ന് നമ്മുടെ പെങ്കൊച്ചിനെ കളിയാക്കും. കലിപ്പ് കയറി ആന്റി അവന്റെ മേത്ത് ചാടി വീഴും. എന്നിട്ട് ഒറ്റ ഇടി. ആ ഇടിയില് അവൾ അവളുടെ അനിയനെയും കുട്ടപ്പനെയും ലവറിനെയും എല്ലാം ആലോചിക്കും. പെങ്കൊച്ച് അവന്റെ പറുതെ പിടിച്ച് വലിച്ച് കറക്കേറിയുമ്പോ ഒറോച്ചിമാറും ആവട്ടെ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങും. അവള് കൈ കിട്ടി എന്തോ ഒരു സാധനം എടുത്ത് അവന്റെ തലക്കിട്ട് ഒരൊറ്റ അടി. ഒറോച്ചിമാറു കഷ്ടപ്പെട്ട് അവന്റെ കത്തിയെടുത്ത് അവള് വെട്ടാൻ വരുമ്പോ നമ്മുടെ ആന്റി വീണ് കിടന്നെടുത്തുനിന്ന് അവനെ ചവിട്ടി തെറിപ്പിക്കും. അവൻ വീണ്ടും എഴുന്നേറ്റ് ഓടാൻ നേരത്ത് അവന്റെ ബാക്കിനിട്ട് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും.
പിന്നീട് അവളുടെ എല്ലാ ജിപ്സു പവറും എടുത്ത് അവനെ അടിച്ചു കൊല്ലാനായിട്ട് നമ്മുടെ പെങ്കുച്ച് റെഡി ആയിട്ട് നിൽക്കും. അവളുടെ വലത്തെ കയ്യില് പവർ കൂട്ടിയെടുത്ത് അവന്റെ തലയ്ക്ക് ആഞ്ഞൊരു അടി അങ്ങോട്ട് കൊടുക്കും. ആ അടിയില് അവൻ പറന്നു പോകുമ്പോ കബൂട്ടോ ആവട്ടെ ഒറോച്ചി എന്ന് വിളിച്ചലറും. കാറ്റ് പോയി ബോധമില്ലാതെ ഒറോച്ചിമാർ കിടക്കുമ്പോ കബൂട്ടോ ആവട്ടെ അവനെ ഒന്ന് തട്ടി നോക്കും. തന്റെ യജമാന്റെ കാറ്റ് പോയെന്ന് മനസ്സിലാക്കിയ പാമ്പാവട്ടെ എന്റെ വായില് ഓൾറെഡി നീ കമ്പ് കുത്തിക്കയറ്റി, നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും നിന്നെ ഞാൻ തിന്നും പൊന്തം തവളയെന്നും പറഞ്ഞ് പാമ്പാവട്ടെ അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവും. ഇപ്പൊ ഒരു കാര്യം, പാവം കബൂട്ടോയ്ക്ക് കൂട്ടായിട്ട് ഒറോച്ചിമാറുമില്ല, ആ പാമ്പുമില്ല. പാവം കബൂട്ടോ പതിയെ പേടിച്ച് എല്ലാവരെയും നോക്കി നിൽക്കും. അതിന് ഒറോച്ചിമാറും എഴുന്നേറ്റ് നിന്ന്, ഒരിക്കലും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ, ഞാൻ വെറും ഒരു മണ്ടനാണെന്നോ? എന്നെ സുനൈനെ സഹായിച്ചിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് മറ്റൊരു വിധത്തില് എന്റെ കൈ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യം തകർക്കാൻ പോകുന്നത് ലീഫ് വില്ലേജും അതിന്റെ കൂടെ നിങ്ങളെ ഓരോരുത്തരും ആയിരിക്കും. അപ്പൊ നമ്മുടെ ആന്റി അതെങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കും. അവളുടെ സഹായം ഇല്ലാതെ അവൻ എങ്ങനെ കൈ റെഡിയാക്കും? അപ്പോഴായിരിക്കും ജിറയ്യ മാമന് മനസ്സിലാവുക എന്തുകൊണ്ട് അവന് മറ്റൊരു ബോഡിയിലേക്ക് മാറിക്കൂടാ. അവൻ ഓൾറെഡി ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് മാറാനുള്ള പവർ ഉണ്ട്. ഇതിനു മുൻപും ഒരുപാട് തവണ അവൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അതിന് വില്ലൻ പറയും, തീർച്ചയായിട്ടും നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പതിയെ എസ്കേപ്പ് ആവും. ഇത് കേട്ട് കബൂട്ടെ ആവട്ടെ, ഞാനും നിങ്ങളെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനും ആവട്ടെ മണ്ണിന്റെ അടിയിലേക്ക് പോവും. മാമൻ കബൂട്ടോയെ പിടിക്കാൻ വേണ്ടി ചാടി വീഴുമെങ്കിലും അവന്റെ ബോൺസ് ഓൾറെഡി തകർന്നിരിക്കുന്നതുകൊണ്ട് മാമനെ കൊണ്ട് പിടിക്കാനാവില്ല. ഇവിടെ ആന്റി ആവട്ടെ ഹീലിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൾക്കും ഇപ്പൊ ചക്ര പവർ തീരെയില്ല. കുട്ടപ്പന്റെ വെടി തീർന്ന് അവൻ ഇപ്പോഴും ബോധം വീണിട്ടില്ല. അപ്പൊ ആന്റി വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോവും. അവളുടെ അനിയൻ പറഞ്ഞത്, കുട്ടപ്പൻ 3 ദിവസം കൊണ്ട് ജിപ്സ് മുഴുവൻ പഠിക്കുമെന്ന് പറഞ്ഞത്, അവളുടെ ചുന്ദരക്കുട്ടൻ ലവർ ഞാനൊരു ഹൊക്കാഗെയായി ഈ വില്ലേജിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞത്, അവൾക്ക് ചുടുചുംബനം കൊടുത്തത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആന്റി വീണ്ടും വീണ്ടും ആലോചിക്കും. ആ വേദനയില് അവളുടെ ജിപ്സുവിന്റെ പവറും കുറഞ്ഞ് അവൾ പതിയെ 50 വയസ്സുള്ള ആ ഒരു സ്ത്രീയായിട്ട് മാറാൻ തുടങ്ങും. എല്ലാവരും ടെൻഷനായിട്ട് വളരെ വിഷമത്തോടു കൂടെ ആന്റിയെ നോക്കി നിൽക്കുമ്പോ, ആരും ടെൻഷൻ ആവണ്ട, ഇത് കുറച്ച് ടൈം ഞാൻ റെസ്റ്റ് എടുത്താല് നേരെയാകുമെന്ന് ആന്റി പറയും. കുട്ടപ്പന് ബോധം വീണാൽ ഉടൻ നമുക്ക് ഗ്രാമത്തിലേക്ക് പോകണം. മാത്രമല്ല ഇനി ആരും എന്നെ ആന്റി എന്ന് വിളിക്കാൻ പാടില്ല. 5th ഹൊക്കാഗെ, ഗ്രാമത്തിലെ 5th ഹൊക്കാഗെയാണ് ഇന്നു മുതൽ ഞാനെന്ന് ആന്റി സ്റ്റൈലായിട്ട് പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ നമ്മുടെ കുട്ടപ്പന് ബോധം വീണു. എല്ലാവരും ഫുഡ് അടിച്ചു കയറ്റുമ്പോ ഇവിടെ കുട്ടപ്പന് മാത്രം വല്ലാത്തൊരു സംശയം. ഇവളാണോ 5th ഹൊക്കാഗെ? ഈ മുതുക്കിയെ കണ്ടാൽ തന്നെ അറിയാം അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന്. 3rd ഹൊക്കാഗെ ഇവളെ കഴിഞ്ഞും സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടപ്പനാവട്ടെ അവളെ അപമാനിച്ചുകൊണ്ടിരിക്കും. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ആന്റി ആവട്ടെ കുട്ടപ്പനെ നോക്കിയിരിക്കും. ആന്റി പെട്ടെന്ന്, നോ നിനക്കറിയാൻ പാടില്ല പൊന്നെ എന്ന് കുട്ടപ്പനോട് പറയുമ്പോ, ഇവള് വെറും മണ്ടിയാണ്, ഇവളെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ടാമിനും കൊള്ളില്ല, മാത്രമല്ല ചൂതാട്ടത്തില് തോറ്റ് തൊപ്പിയിട്ടവളാണ് ഇവള്. എനിക്ക് കഷ്ടം തോന്നുന്നു ലീഫ് വില്ലേജിനെ കുറിച്ച് ആലോചിച്ച്. ഇവളാണല്ലോ ഇനി വില്ലേജ് ഭരിക്കേണ്ടത്. 50 വയസ്സുള്ളൊരു മുതുക്കീനെ വേഷം കെട്ടിച്ച് ഇങ്ങനെ ഒരു ഹൊക്കാഗെയാക്കി മാറ്റാൻ നാണമില്ലേന്ന് ചോദിക്കുമ്പോ നമ്മുടെ ആന്റിക്ക് കുരു പൊട്ടിയിട്ട്, നിനക്കെന്താ പെണ്ണിനെ വിശ്വാസമില്ലേ? ഞാൻ ഒന്നും ചെയ്യില്ല എന്നാ? ധൈര്യം ഉണ്ടെങ്കിൽ നീ പുറത്തേക്ക് വരാനായിട്ട് കുട്ടപ്പന്റെ അടുത്ത് ആന്റി പറയും. ഇത് കാണുമ്പോ നമ്മുടെ ജിറയുടെ ഫ്യൂസ് വീണ്ടും പോവും. അങ്ങനെ രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുമ്പോ നമ്മുടെ ആന്റി ആവട്ടെ, ഞാനാണ് ലീഫ് വില്ലേജിലെ 5th ഹൊക്കാഗെ, നിന്നെപ്പോലൊരു നരുന്ത് പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് പോലും എനിക്ക് ഭയങ്കര നാണക്കേടാണ്. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, നീ എന്റെ സൈസ് കണ്ടെന്നും എന്നെ വിലയിരുത്തണ്ട, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും തീർച്ചയായിട്ട് ഒരു ഹൊക്കാഗെ ആവുമെന്ന് കുട്ടപ്പൻ പറയുമ്പോ നമ്മുടെ ആന്റിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനെ 2 ടീമും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ ചുറ്റുമുള്ള എല്ലാവരും ടെൻഷൻ അടിച്ച് അവരെ നോക്കി നിൽക്കും. കുട്ടപ്പൻ ചാടി വീണ് അവൾ ഇടിക്കാൻ നോക്കുമ്പോ ആന്റി നൈസായിട്ട് ഒരു ഞൊട്ട് കൊടുക്കും. ആ ഞൊട്ടില് തെറിച്ച് വീണ് കുട്ടപ്പൻ വീണ്ടും എണീറ്റ് വരാൻ നോക്കുമ്പോ അവള് അവന്റെ നെറ്റിയില് ഒരു ഞൊട്ട് കൊടുക്കാൻ പോകും. അടുത്ത ഇടി കിട്ടിയെന്നും പറഞ്ഞ് പാവം കുട്ടപ്പൻ കണ്ണടച്ചിരിക്കുമ്പോ ആന്റി ആവട്ടെ അവനൊരു ചുടുചുംബനം നെറ്റിയിൽ കൊടുക്കും. നീ തീർച്ചയായിട്ടും വലുതാവുമ്പോ നല്ലൊരു ഹൊക്കാഗെ ആവുമെന്ന് ആന്റി പറയും. അങ്ങനെ രോഗി ഇച്ഛിച്ചതും ഡോക്ടർ പുച്ഛിച്ചതും സെയിമായി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ലീഫ് വില്ലേജിന് പുതിയൊരു ഹൊക്കാഗെ കിട്ടി. എല്ലാവരും ഹായ് ആയിട്ട് ജോളിയായിട്ട് ലീഫ് വില്ലേജിലേക്ക് പോകുമ്പോ നമ്മുടെ ആന്റി ആവട്ടെ കുട്ടപ്പന്റെ മുഖത്തേക്ക് നോക്കും. അവളുടെ സ്വന്തം അനിയനായിട്ടാണ് ഇപ്പൊ കുട്ടപ്പനെ കാണുന്നത്. ആ ഒരു നെക്ലേസിലേക്ക് നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. വാവ്, അടിപൊളി എപ്പിസോഡ് അല്ലേ?